ഹലോ ഗൈസ്, നിങ്ങളെല്ലാവരും വീഡിയോ കാണണം. ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്, സ്കിപ്പ് ചെയ്ത് കാണുകയും ചെയ്യരുത്. ഇത് മുഴുവനായിട്ട് തുടക്കം മുതൽ അവസാനം വരെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. കാരണം ഇങ്ങനെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം വേറൊരാൾക്കും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് ആരും കാണരുത്, അവസാനം വരെ കാണണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഹലോ ഗൈസ്, നെയിംലെസ് മല്ലുക്കിംഗ് ഒരു കൊച്ചു ചാനലിലേക്ക് എൻ്റെ എല്ലാവിധ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ സാധാരണ വീഡിയോകൾ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്കത് സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, കാരണം നമുക്ക് ഫ്രീ ഉള്ള സമയമാണ് നമുക്കുണ്ടെങ്കിൽ ഒന്ന് സവാളയൊക്കെ ഒന്ന് വാട്ടി എടുക്കുന്ന രീതിയിലുള്ള ഈ ഫ്രൈ ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് മറ്റ് വീഡിയോകളുണ്ട്. നമുക്ക് എളുപ്പത്തിൽ ഈസി ആയിട്ട് ചിക്കൻ കറിയും അതേപോലെ തന്നെ നമുക്ക് മുട്ടക്കറിയും സോയ കറിയും ഒക്കെ ഉള്ള കറികൾ ഞാൻ നേരത്തെ ഒരു പ്രീവിയസ് വീഡിയോ ഇട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം. ഓക്കെ, അപ്പം അതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുക്ക് ചെയ്യാൻ പറ്റുന്ന വീഡിയോസുകളാണ് ഞാൻ അതിലിട്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നമ്മളൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് ക്ഷമ എടുത്ത് ചെയ്യുന്ന വീഡിയോ ആണ്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ ആക്കി ഇടുക. ഓക്കെ, അപ്പോൾ അങ്ങനെ മാത്രമേ നമ്മൾ ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ബാക്കി പരിപാടികളൊക്കെ പോകാം. ചിക്കനും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, ബാക്കി അരിഞ്ഞ സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ട സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചു. അപ്പം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവാള വേണം, പച്ചമുളക് വേണം, തക്കാളി, അതേപോലെ തന്നെ വെളുത്തുള്ളി. ഞാൻ ഇത് ഒന്ന് നമുക്ക് മസാല വെച്ചിട്ട് നമുക്ക് ഫ്രൈക്ക് വേണ്ട മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മാറ്റി വെച്ചത്. അതേപോലെ തന്നെ ഇത് കറി നമുക്ക് ഉണ്ടാക്കാൻ തരത്തുള്ള ഇഞ്ചിയും കാര്യങ്ങളൊക്കെ, ഇത്ര സാധനങ്ങൾ മാത്രം മതി. പിന്നെ വേണ്ട കറിവേപ്പില, അത് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പം ഇറച്ചിക്കുള്ള നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള മസാല റെഡിയാക്കുകയാണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് 1 ടീസ്പൂൺ ഓക്കെ മുളക് പൊടി നമ്മൾ എടുക്കുന്നുണ്ട്. വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി എടുക്കുന്നുണ്ട്. കളറിന് വേണ്ടി കാശ്മീരി ചില്ലി അത് കുറച്ച് മാത്രം ഞാൻ എടുക്കുന്നുള്ളൂ. പിന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ ലേശം മഞ്ഞൾപ്പൊടി, ലേശം ചിക്കൻ മസാലയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ലേശം മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. ഇത്ര ഒരു ചെറുത് മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. ഈ മസാലയിൽ തന്നെ ഞാൻ ചെറുനാരങ്ങ ഇത്ര ഹാഫ് മാത്രം എടുത്ത് അത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് പേരിന് ലേശം ഉപ്പും കൂടെ എന്ത് ചെയ്യാം, നമ്മളൊന്ന് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ മസാല എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ സോയാ സോസും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ എന്ത് ചെയ്തു, ഒന്ന് ഇളക്കി എന്നോട് ഒരു പരുവത്തിലാക്കിയിട്ട് ഇനി ഇത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നു. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ പാനിൽ ഇപ്പോൾ എണ്ണ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ മാരിനേറ്റ് ചെയ്യാൻ പറ്റിയ ചിക്കന് നമ്മൾ നേരെ അതിലോട്ട് എന്ത് ചെയ്യുക, ലേശമായിട്ട് ഇങ്ങനത്തെ ഇടുന്നുണ്ട്. ഇനി പൊരിച്ചെടുക്കണം നമുക്കിനി. ഇതാണ് നമ്മൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അല്ലെങ്കിൽ അടിയിലൊക്കെ പിടിക്കും. ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു പരുവമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് കണ്ടില്ല, ഈ ഒരു പരുവമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ മാറ്റി വയ്ക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെ നമ്മളുടെ ഈ സവാള ഇതെല്ലാം നമുക്ക് ഇതിലിട്ട് വാട്ടിയെടുക്കണം. അപ്പം നമ്മൾ ഈ ഒരു പാനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, സവാള എന്ത് ചെയ്യാം ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയുള്ളത്. അതിനുശേഷം ലേശം ഉപ്പിടുക. ഒരുപാട് അധികമായി കഴിഞ്ഞാൽ പണി മാറിപ്പോകും. എന്നിട്ട് ഒന്ന് അടച്ചങ്ങ് വെച്ചിരുന്നാൽ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ വെളുത്തുള്ളി അതേപോലെ തന്നെ ഇഞ്ചിയും പിന്നെ നമ്മുടെ പച്ചമുളകില്ലേ എല്ലാം എന്ത് ചെയ്യുക, വാരിയിടുക. ഇട്ടിട്ട് അരിയിട്ടിട്ട് അതിനെ ഒന്ന് കാട്ടിയിടും. ഇട്ടിട്ട് അതിനെ ഒന്ന് എന്ത് ചെയ്യാം, കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. സവാള ഒരുവിധം വാടി വരുന്ന സമയത്ത് നമ്മൾ ലേശം തക്കാളി നമ്മൾ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ചെറിയ പീസ് കഴിക്കുന്നത് നല്ലൊരു ഏർപ്പാടാണ്.
ഒരു 2 മിനിറ്റ് ഒക്കെ കൂടുമ്പോഴത്തേക്കും സവാളയൊക്കെ ഒന്നും കൂടെ എന്ത് ചെയ്യാം, ഒന്ന് അങ്ങോട്ടൊന്ന് ഇറക്കി നോക്കുക. തക്കാളിയൊക്കെ ഒന്ന് അരി വേവാത്ത ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേവേട്ട്, മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്യുക. തക്കാളി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് മസാല വാളി എല്ലാം പോയി. ഇതിലിരിക്കുന്നതിൽ ചിലതൊക്കെ തറയിൽ പോയതാണ്. എല്ലാം പോയി. ചെറിയൊരു അശ്രദ്ധ വന്നു കഴിഞ്ഞാൽ ഇതാണ് വിഷയം. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ. എന്നാലും സംഭവം താഴെ പോയെങ്കിലും കുറച്ച് മാത്രം എനിക്ക് കിട്ടി. അത് വെച്ചിട്ടാണ് ഇപ്പം ഇന്നത്തെ ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നല്ലൊരു രീതിയിൽ ഇനി എന്താ പറയുക, അടുത്ത പ്രാവശ്യം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ വീണ്ടും ഞാൻ ഈ വീഡിയോ ചെയ്യും. അന്ന് അടിപൊളിയായിട്ട് തന്നെ മണ്ടൻ രീതിയിലായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, മേക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വേറെ ഒന്നുമില്ല. ഇതിപ്പം അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ ചിക്കൻ എല്ലാം വാരിയിടുക. നല്ല രീതിയിലൊന്ന് അതിനകത്തിട്ട് വരട്ടി എടുത്തതിന് ശേഷം ഈ മസാല എല്ലാം കുറച്ച് കട്ടിയായിട്ടായിരിക്കും ഇരിക്കുന്നത്. അതിൽ കുറച്ചും കൂടെ വെള്ളം, ലേശം ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് കുറുകി എടുത്തു കഴിഞ്ഞാൽ ഒരു കറുപ്പരുവത്തിൽ നമുക്കത് വീണ്ടും കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും അതുപോലെ റിപ്പീറ്റ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം അങ്ങോട്ട് സെറ്റാവും. പിന്നെ ഒരു കറിവേപ്പില ഇട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എടുക്കുമ്പോഴത്തേക്കും സാധനം എല്ലാം അടിപൊളിയായിരിക്കും. എന്നിട്ട് ഈ പാത്രമില്ല, നമ്മൾ ഉണ്ടാക്കിയ പാന്, അതിൽ നിന്ന് തന്നെ ഈ കറി എല്ലാം വേറൊരു പാത്രത്തിലാക്കി ഇടുമ്പോഴത്തേക്കും ഒരു ദോശ എടുത്ത് ആ പാനിൽ 2 വട്ടത്തിൽ കറക്കി എടുത്ത് ഒരു കഴിച്ചാണല്ലോ എന്താ ടേസ്റ്റ് എന്നറിയാവോ. അപ്പം അടുത്ത പ്രാവശ്യം നമുക്കിത് പൊളിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെറുതായിട്ട് വേറെ നിങ്ങളുടെ ആഡ് ചെയ്തൂടെ എന്നുള്ള അഭിപ്രായക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, കാരണം നമുക്ക് എല്ലാം അറിയണമെന്നില്ലല്ലോ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ടിപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും എനിക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പം